എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആരാധകർ കാത്തിരുന്ന ഇന്ത്യ-അഫ്ഗാനിസ്ഥാൻ T20 മത്സരം ഇന്നാണ്. രാത്രി 7 മണി മുതൽ മൊഹാലിയിലെ പഞ്ചാബ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുക. മത്സരം തത്സമയം ജിയോ സിനിമാസിലും സ്പോർട്സ് 18 ചാനലിലും കാണാൻ സാധിക്കുന്നതാണ്. ആകെ 3 T20 മത്സരങ്ങളാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെതിരെ കളിക്കുന്നത്. രോഹിത്, കോഹ്ലി, സഞ്ജു തുടങ്ങി എല്ലാ താരങ്ങളും ഈ T20 പരമ്പരയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. അപ്പോൾ ഇന്ത്യ-അഫ്ഗാനിസ്ഥാൻ ആദ്യ T20 മത്സരത്തിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. 2022 വേൾഡ് കപ്പിന് ശേഷം രോഹിത്, കോഹ്ലി തുടങ്ങി താരങ്ങൾ ഇന്ത്യയുടെ T20 ടീമിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. രോഹിത്തിന്റെ ക്യാപ്റ്റൻസിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ എതിരെ ഇറങ്ങുമ്പോൾ മത്സരം തീപാറും എന്നത് ഉറപ്പാണ്. അഫ്ഗാനിസ്ഥാനെ വിറപ്പിക്കാൻ മലയാളി താരമായ സഞ്ജു സാംസൺ ഇന്ന് കളത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ വലിയ ആവേശത്തിലാണ് മലയാളി ആരാധകർ. T20 പരമ്പരകളിൽ സഞ്ജു തകർപ്പൻ പ്രകടനം പുറത്തെടുത്താൽ വരാനിരിക്കുന്ന വേൾഡ് കപ്പ് ടീമിൽ സഞ്ജുവും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അഫ്ഗാനിസ്ഥാനെതിരെ 4-ാം നമ്പറിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ടായിരിക്കും സഞ്ജു കളത്തിൽ ഇറങ്ങാൻ പോകുന്നത്. ഇനി നമുക്ക് ഇന്ത്യയുടെ ഇന്നത്തെ മത്സരത്തിന്റെ സാധ്യത 11 ഒന്ന് പരിശോധിക്കാം. ഓപ്പണിംഗിൽ രോഹിത്തും ഗില്ലും ഇറങ്ങുമ്പോൾ 3-ാം നമ്പറിൽ ഇറങ്ങാനിരുന്ന കോഹ്ലി ആദ്യ മത്സരമായ ഇന്നത്തെ മത്സരത്തിൽ നിന്നും ചില വ്യക്തിപരമായ കാരണങ്ങളാൽ വിട്ടുനിൽക്കും. എന്നാൽ ബാക്കിയുള്ള 2 മത്സരങ്ങളിലും കോഹ്ലി തിരിച്ചെത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ 3-ാം നമ്പറിൽ തിലക് വർമ്മ ആയിരിക്കും ഇന്നിറങ്ങാൻ പോകുന്നത്. 4-ാം നമ്പറിൽ മലയാളി താരം സഞ്ജു സാംസൺ ആണ് കളത്തിൽ ഇറങ്ങുന്നത്. സഞ്ജുവിന്റെ മാസ്മരിക പ്രകടനത്തിനായിട്ടായിരിക്കും ആരാധകർ കാത്തിരിക്കുന്നത്. 5-ാം നമ്പറിൽ റിങ്കു സിംഗ് എത്തുമ്പോൾ 6-ാമതായി ശിവം ദുബെയും ഇറങ്ങും. ബൗളിംഗ് നിരയിൽ അക്സർ പട്ടേൽ, രവി ബിഷ്ണോയ്, അർഷദീപ് സിംഗ്, മുകേഷ് കുമാർ, ആവേശ് ഖാൻ എന്നിവരായിരിക്കും ഇന്ത്യയുടെ ശക്തി. ഈ ഒരു T20 പരമ്പരകളിൽ ഇന്ത്യയുടെ തുറുപ്പുചീട്ട് അത് സഞ്ജു, റിങ്കു എന്നീ യുവതാരങ്ങളാണ്. ഏതൊരു മത്സരവും വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യയെ ജയിപ്പിക്കാൻ ഉള്ള കരുത്ത് ഇരുവർക്കുമുണ്ട്. എന്നാൽ എതിരാളികൾ അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ മികച്ച ഫോമിലാണ് കളിക്കുന്നത്. റാഷിദ് ഖാൻ, ഗുർബാസ്, നബി തുടങ്ങി വമ്പൻ താരങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ നോക്കി കളിച്ചില്ലെങ്കിൽ അടിപതറും എന്നത് ഉറപ്പാണ്. എന്നാൽ മികച്ച ഫോമിൽ കളിക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ അടിച്ചൊതുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യ-അഫ്ഗാനിസ്ഥാൻ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ മലർത്തിയടിച്ച് ഇന്ത്യ റെക്കോർഡ് വിജയം സ്വന്തമാക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.